ദേവോസ് ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എന്താണ് വിശേഷം? എല്ലാവരുടെയും സുഖമായിരിക്കുന്നോ? നമ്മുടെ ഇന്നത്തെ വ്ളോഗ് വരുന്നത് വിഷുയുടെ തലേ ദിവസം രാത്രിയും പിറ്റേ ദിവസവും ഒക്കെ കൂടെ എടുത്തൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. എനിക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കുഞ്ഞു കുറച്ച് ഷോട്ടുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒരു വ്ളോഗായിട്ട് എടുത്തു വെച്ചാൽ നമുക്ക് ശരിക്കും തലേ ദിവസം രാത്രിയൊക്കെ കിച്ചണിൽ ഇങ്ങനെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് എല്ലാ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഓരോ ഐറ്റംസ് ഉണ്ടാക്കി വെക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണില്ലേ. പച്ചക്കറി അരിയുമ്പോൾ തന്നെ പഴയ ഒരു വിഷുവിൻ്റെ ഒക്കെ കാര്യങ്ങളാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ചെറുപ്പത്തിൽ അമ്മയൊക്കെ അടുക്കളയിൽ കിടന്നൊരു വിരക്കലായിരുന്നു, തിരക്കോട് തിരക്ക്. ആ സ്ഥാനത്ത് ഇന്ന് ഞാൻ സദ്യ വിഷു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഫീലാണില്ലേ. നമ്മൾ പഴയ വീട്ടിലെ സന്തോഷവും ആ ഒരു കാര്യങ്ങളാണ് കേട്ടോ ഓർമ്മ വരുന്നത്. എന്തായാലും ആ ഒരു ഫീല് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം ആകുമെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ആവില്ല. ആ ഒരു പഴയ ഫീല് ഒരിക്കലും കിട്ടൂല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ആ ഒരു പഴയ അമ്മയുടെയൊക്കെ കൂടെയുള്ള വിഷു എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. അതെല്ലാം ഓരോ ഓർമ്മകൾ മാത്രം. ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമുക്കുള്ള ഓർമ്മകൾ അതേപോലെ മക്കൾക്കും കിട്ടണ്ടേ. അതെനിക്ക് നിർബന്ധമാണ് കേട്ടോ. നമ്മൾ വെച്ചുണ്ടാക്കി കൊടുക്കുക നമ്മുടെ മക്കൾക്ക്. അതെന്തോ എനിക്കൊരു ഭയങ്കര നിർബന്ധമായ കാര്യമാണ്. നമ്മളിപ്പോൾ നമ്മുടെ അമ്മേനെയൊക്കെ ഓർക്കുന്നില്ലേ, അവർ വെച്ച് തന്ന കാലവും അവർ ഓടി നടന്ന് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്കുന്നില്ലേ. അതുപോലെ തന്നെ നമ്മുടെ മക്കളും നമ്മുടെ കാര്യങ്ങൾ ആ ഒരു സമയത്ത് എല്ലാം ചെയ്തു തന്നിരുന്നല്ലോ എന്നൊക്കെ ഓർമ്മ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിലൊക്കെ ചെയ്യും. എന്താണെങ്കിലും പിറ്റേ ദിവസത്തേക്കുള്ള മോര് കറിയും പച്ചടിയും അതുപോലെ ഇഞ്ചിപ്പുളിയും ഒക്കെ രാത്രി തന്നെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പ്രിപ്പറേഷനിലുള്ള ഒരു പച്ചക്കറി ഏരിയയിലാണ്. പിന്നെ നമ്മുടെ നന്ദുമോള് എല്ലാത്തിനും ബാക്കിൽ നിൽക്കണ്ട കേട്ടോ. എല്ലാം പഴയ കാര്യങ്ങൾ അമ്മ അങ്ങനെയായിരുന്നോ അങ്ങനത്തെ പിന്നെ എന്തായിരുന്നു ഉത്സവത്തിൻ്റെ രീതിയായിരുന്നോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ചോദ്യങ്ങളായിരുന്നു കേട്ടോ. അപ്പം അവളെല്ലാത്തിനും ഒപ്പത്തിനൊപ്പം ആ ഒരു പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നത് അവളിങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. രാത്രിയാണെങ്കിൽ പോലും ആ ഒരു സമയം എന്ന് പറയുന്നത് 12 മണിയെങ്ങാണ്ടായി കേട്ടോ ഞാൻ ഇതെല്ലാം ചെയ്യുമ്പോൾ. നമ്മൾ ആ സമയത്തെല്ലാം ചെയ്ത് കണിയൊക്കെ ഒരുക്കി പിറ്റേ ദിവസം രാവിലെ എല്ലാവരും, ചെറിയ കുടുംബമാണേലും വലിയ കുടുംബമാണേലും എല്ലാവരും കൂടെ ഒത്തുകൂടി ഇരുന്നിട്ട് ഭക്ഷണം ആ ഒരു സദ്യ കഴിക്കുമ്പോഴുള്ള ശരിക്കുള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നമുക്കുള്ള ഏറ്റവും വലിയ സന്തോഷവും നമ്മുടെ എന്താ പറയുക ഒരു കൈനീട്ടം, അതുപോലെ തന്നെ കണി കാണുന്നത് രാവിലെ, അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഏറ്റവും കൂടുതൽ എല്ലാവരുമായിട്ട് ഒന്നിച്ചിരിക്കുന്നത്, എല്ലാവരെയും ഓരോ ബിസിയും കാര്യങ്ങളും ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ വിഷുവിനും ഓണത്തിനൊക്കെ ആയിരിക്കും. എല്ലാവരും കൂടെ ഒത്തു ചേരാൻ വേണ്ടി കിട്ടുന്ന ഒരു ടൈം അതല്ലേ. അപ്പോൾ ഒരു സന്തോഷം വേറെ. താഴെ നിന്നൊക്കെ ഒരുപാട് പടക്കം പൊട്ടിക്കുന്ന സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാനത് ഒരുപാടായപ്പോഴാണ് ഞാനത് വോയിസ് കൊടുക്കാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് പുറകുവശത്തും ആ ബാക്കിൽ ഒക്കെ ഇട്ടിട്ട് അവർ പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ സൗണ്ട് അധികമായിട്ട് കേൾക്കണില്ലായിരുന്നു. അതാണ് ഞാൻ ഇത് സൈലൻ്റ് ആക്കിയിട്ട് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. എന്താണേലും എല്ലാവരുടെ വീട്ടിലും ഒരു സന്തോഷം. നമ്മൾ പിന്നെ പടക്കം മേടിക്കൂല കേട്ടോ. പടക്കം എന്തോ പൊട്ടിക്കാൻ ഭയങ്കര പേടിയുള്ളത്, പക്ഷെ കാണും താഴെയുള്ളവരൊക്കെ മേടിച്ച് പൊട്ടിക്കുമ്പം അതിങ്ങനെ നോക്കി നിന്ന് കാണും, പക്ഷെ ഒരു പേടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പടക്കം മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. കമ്പിത്തിരിയും പൂക്കുറ്റിയും അതുപോലെ നിലച്ചക്രവും മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ദേവമോളും നന്ദമോളും എന്തായാലും പടക്കം പൊട്ടിക്കാനൊന്നും ആയിട്ടില്ലല്ലോ. പടക്കം പൊട്ടിക്കുന്നതൊക്കെ എൻ്റെ ആങ്ങളമാരൊക്കെ ഭയങ്കരമായിട്ട് പടക്കം മേടിച്ച് പൊട്ടിച്ച് അതൊരു രസമായിരുന്നു കേട്ടോ. പണ്ട് വീടിൻ്റെ അടുത്ത് എല്ലാ അമ്മാവന്മാരും വീടിൻ്റെ അടുത്ത് കൂടെയാണ്, അപ്പം മത്സരിച്ച് പൊട്ടിക്കും എല്ലാവരും. ഒരാൾ ഒരു സൗണ്ടിൽ പൊട്ടിച്ചാൽ അതിനെക്കാട്ടും കൂടുതൽ വലിയൊരു സൗണ്ടിൽ പൊട്ടിക്കാൻ അടുത്ത ആൾ നോക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. നല്ലൊരു വൈബായിരുന്നു അന്നത്തെ ആ ഒരു വിഷുവും ഓണവും ഒക്കെ. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. എന്ന് വെച്ച് ഈ ഒരു വിഷുവും ഇതൊന്നും വൈബില്ല എന്നല്ല, ഇത് വേറൊരു ജീവിതം, അത് വേറൊരു ജീവിതം, അങ്ങനെയല്ലേ. എന്തായാലും ഒരുപാട് ഹൈ ലെവലിലൊന്നും അല്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് എല്ലാ കൂട്ടം കുറേശ്ശെ ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് കേട്ടോ. അത് മക്കൾക്കാണെങ്കിലും വലിയൊരു കാര്യമാണ്. കാരണം അവർക്ക് കിട്ടുന്ന ഒരു അവസരം, അവർക്ക് എന്താ പറയുക, നമ്മൾ എന്നും ഇപ്പം ഇങ്ങനെ ഒരു സദ്യ ഉണ്ടാക്കുകയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് ഒരു കൂടുതലായിട്ട് സദ്യ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ഐറ്റവും വെച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വിഷു ഓണം അങ്ങനെയുള്ളതൊക്കെ വരണം. അല്ലെങ്കിൽ നമ്മൾ 1-2 കൂട്ടം ഉണ്ടാക്കി നമ്മൾ അതിൽ നിർത്തുന്ന ആൾക്കാരല്ലേ. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് വോയിസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്നേരത്തെ ആ ഒരു പടക്കത്തിൻ്റെ സൗണ്ടും അപ്പുറമുള്ള കുട്ടികളുടെ സൗണ്ടും എല്ലാം കൂടി ആയിട്ട് എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ എന്തൊക്കെയോ അതിൻ്റെ ഇടയിൽ കൂടെ അടിച്ചു മാറ്റി കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ക്യാമറയിലോട്ട് നോക്കുന്നു. പിന്നെ ചേട്ടായി കുറച്ച് നേരം ഒന്ന് സഹായിക്കാൻ വന്നു. എന്തായാലും വിഷുവിൻ്റെ തലേന്ന് ഒരുപാട് അങ്ങ് സഹായിച്ചിട്ടില്ല, കുറച്ചൊക്കെ സഹായിക്കാൻ വന്നു കേട്ടോ. കാരണം റിസോർട്ടിലും അതുപോലെ തന്നെ വർക്ക് ഒരുപാടുണ്ടായിരുന്നു, ഗസ്റ്റുകൾ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തോളാം പറഞ്ഞു. ഞാൻ തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ പണിയും ഇവിടെ പണിയും എല്ലാം കൂടി ആകുമ്പോൾ ശരിയാവില്ലല്ലോ. അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം ആളങ്ങ് പിന്നെ പോയി കേട്ടോ. ആൾക്ക് ഇങ്ങനെ കണ്ടു നിൽക്കാനൊന്നും പറ്റൂല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരും. കാരണം ആ ഒരു ഫീൽഡിലായതുകൊണ്ടായിരിക്കാം ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് കൈ തിരിക്കാന്നൊക്കെ പറയില്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ. അവർക്ക് കിട്ടുന്ന ഒരു അവസരമല്ലേ പടക്കം പൊട്ടിക്കാൻ പോകാനും അതുപോലെ തന്നെ അത് കാണാൻ പോകാനും, അതൊരു രസമല്ലേ. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് എല്ലാ കാര്യങ്ങളും രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള കഷ്ണങ്ങൾ മൊത്തം ഞാൻ സാമ്പാറിനുള്ളത്, അവിയലിനുള്ളത്, ഉപ്പേരിക്കുള്ളത് എല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിനകത്താക്കി വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ പടക്കമല്ല കമ്പിത്തിരി കത്തിക്കാനൊക്കെ ആയിട്ട് പോയി. അപ്പം അവർ കത്തിച്ചു, ഞാൻ കത്തിച്ചില്ല. ഞാൻ പിന്നെ വീഡിയോസ് എടുക്കാന്നുള്ള രീതിയിൽ ഞാൻ അവിടെ നിന്ന് അവർ കമ്പിത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ച്. ദേവുവിന് പിന്നെ പേടിയാണ് കേട്ടോ, കൈ പൊള്ളും എന്നുള്ളൊരു ടെൻഷനാണ് അവർക്ക്. പിന്നെ പിറ്റേ ദിവസം
രാവിലെ തന്നെ 2 പേരും കുളിച്ച് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2 പേരും കൂടെ ചേട്ടായി കൊണ്ടുപോയി, ബൈക്കിനെ കൊണ്ടുപോയി ഇവിടെ ചുണ്ടയിൽ തന്നെയുള്ള അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ രാവിലത്തെ ചായയും കാര്യങ്ങളെല്ലാം ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇഡലിയും ദോശയായിരുന്നു രാവിലത്തെ ഫുഡ്. അതൊന്നും വീഡിയോസിൽ ഉൾപ്പെടുത്താനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ അവർ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് പിന്നെ വീണ്ടും പടക്കം പൊട്ടിക്കലെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വിഷുവും കാര്യങ്ങളും എങ്ങനെ ഉണ്ടായിരുന്നു? ആഘോഷമായിരുന്നോ? എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണേലും മക്കളുടെ സന്തോഷമല്ലേ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അവർക്ക് ഹാപ്പി ആവുന്ന രീതിക്ക് എന്ത് ചെയ്താൽ കൊടുക്കാൻ പറ്റുമോ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് പിന്നെ ആകെ ഒരു ടെൻഷനായി പോയൊരു കാര്യം, നമ്മൾ നിലച്ചക്രം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലച്ചക്രം കത്തിച്ചത് നമ്മുടെ അകത്തിട്ടിട്ടായിരുന്നു, ഹാളിലിട്ടിട്ടായിരുന്നു കത്തിച്ച്. നമുക്ക് വേറെ പുറത്ത് കത്തിക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം കല്ലുകൾ നിരത്തിയതാണ് ഫ്രണ്ടിൽ. അപ്പോൾ നമുക്കതങ്ങനെ അകത്തിട്ട് മാത്രമായിരുന്നു കത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഇതുപോലൊന്ന് പൊട്ടിത്തെറിച്ചതാണ്. ഇതിങ്ങനെ കത്തിച്ചതും ഒറ്റ പൊട്ടൽ. ഞങ്ങളാകെ ടെൻഷനായി പോയി കേട്ടോ. പടക്കം പൊട്ടിച്ചൂന്നുമായി, എന്നാൽ പടക്കം മേടിച്ചിട്ടുമില്ല. ആ ഒരു അവസ്ഥയിലായി കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ എന്തായാലും കണിയൊക്കെ കണ്ടു. നമുക്ക് പറ്റുന്ന രീതിയിൽ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ചെറിയ രീതിയിൽ കണികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് നേരെ നമ്മൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കാര്യങ്ങൾ. സദ്യയൊക്കെ ഇതായിരുന്നു. എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് എല്ലാം ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പായസം അടക്കം എല്ലാ കാര്യങ്ങളും ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് പുൽപ്പള്ളിക്കാണ് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ പുൽപ്പള്ളിക്ക് പോയി, പെരിക്കല്ലൂരൊക്കെ പോയി, എല്ലായിടത്തും പോയി. നമ്മൾ അവിടെ ചെന്നപ്പോഴും ഇവിടെ നിന്ന് ആ ഒരു നിലച്ചക്രം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതും അവിടെ കത്തിക്കലായിരുന്നു കേട്ടോ പണി. അങ്ങനെ നമ്മൾ അന്ന് തന്നെ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം രാവിലെ ചേട്ടായിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റ, ബൈ ബൈ.